ഹലോ ഡിയർ ഫ്രണ്ട്സ്. രാവിലെ മുതൽ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ നൈറ്റ് മുതൽ ഒരുപാട് കോൾസും മെസ്സേജസും ഒക്കെ വരുന്നുണ്ടായിരുന്നു. കാരണം വയനാട് ആയതുകൊണ്ടും ഒരു പ്രദേശം നമ്മുടെ ഏരിയ ആയതുകൊണ്ടും എന്തൊക്കെയാണ് സിറ്റുവേഷൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഫ്രണ്ട് സർക്കിളിൽ നിന്നും അതുപോലെ തന്നെ ഫാമിലിയിൽ നിന്നൊക്കെ ഒരുപാട് കോൾസൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പേഴ്സണലി ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലായിരുന്നു. കാരണം ഇവിടെ മഴയായത് കാരണം പല മൊബൈലും വർക്ക് ചെയ്യുന്നില്ല, നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു റേഞ്ച് കിട്ടുന്നില്ലായിരുന്നു. ഇന്നിപ്പം ഒരു വലിയൊരു ഡിസാസ്റ്റർ കഴിഞ്ഞ് ഒരു വൺ ഡേ ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോൾ രാവിലെ മൊത്തം അതിൻ്റെ ഒരു റെസ്ക്യൂ ടീമിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇപ്പോൾ ഈവനിങ് തിരിച്ചു വന്ന് ഇപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാണ്. നാളെ രാവിലെ മുതൽ അതിലേക്ക് ഇറങ്ങണം. ഒരു വളരെ ഭയാനകമായ സിറ്റുവേഷനാണ് നമ്മൾ ഇവിടെ വയനാട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാടാണ് ചൂരൽമല എന്ന് പറയുന്നത്. ചൂരൽമല, മുണ്ടക്കായി, അട്ടമലയാണ് ഞാൻ പഠിച്ച എൻ്റെ പ്രൈമറി സ്കൂൾ. 1ാം ക്ലാസ് മുതൽ പഠിച്ച അവിടെയാണ്. ചൂരൽമലയാണ് ഞാൻ ജനിച്ച് എൻ്റെ ഒരു 14-15 വയസ്സ് വരെ ഞാൻ അറിഞ്ഞ എൻ്റെ നാടും നാട്ടുകാരും ഒക്കെ അവിടെയാണ്, റിലേറ്റീവ്സൊക്കെ അവിടെയാണ്. ഓക്കെ, സോഫാർ ഞങ്ങൾ സേഫാണ്. കാരണം കഴിഞ്ഞ 8 വർഷം മുമ്പ് ടൗണിലേക്ക് മാറി. ഇപ്പം ആ നാട്ടിലേക്ക് ഇങ്ങനൊരു ഡിസാസ്റ്റർ വന്ന് ഞാൻ തിരിച്ചു പോയപ്പം വളരെ ഞെട്ടിക്കുന്ന കാഴ്ചകളും അൺബിലീവബിളായിട്ടുള്ള അൺഫോർച്ചുനേറ്റായിട്ടുള്ള ഒരുപാട് എന്താ പറയുക, വാക്കുകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്തായാലും റെസ്ക്യൂവിൻ്റെ ഭാഗമായി ചെന്ന ടൈമിൽ ഞാൻ അതിൻ്റെ ഫൂട്ടേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഞാനത് ഇവിടെ ഷെയർ ചെയ്യുകയാണ്. നിയറസ്റ്റ് ടൗണായ മേപ്പാടിയിൽ നിന്നും 13 കിലോമീറ്ററാണ് ഉരുൾപൊട്ടിയ ചൂരൽമലയിലേക്കുള്ള ദൂരം. നമ്മൾ ആ റെസ്ക്യൂ വെഹിക്കിളായ ഒരു വാഹനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കുടിവെള്ളമാണ് നമ്മളിപ്പം ക്യാരി ചെയ്യുന്നത്. നല്ല ശക്തമായ മഴയുണ്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത്. 2 ഭാഗങ്ങളിലൊക്കെ ആയിട്ട് പല സ്ഥലത്തും ചെറിയ ലാൻഡ് സ്ലൈഡിങ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മരങ്ങൾ വീണിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നടന്നും വാഹനങ്ങളിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നോർമലി മേപ്പാടിയിൽ നിന്നും ലോക്ക് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും അകത്തേക്ക് വിടുന്നില്ല. അത്യാവശ്യം വേണ്ട റെസ്ക്യൂ ടീമിനെയൊക്കെ മാത്രമേ അകത്തേക്ക് വിടുന്നുള്ളൂ. കാരണം ഇത്രയും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഇഷ്യൂ നടന്നൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ പബ്ലിക്കിൻ്റെ കൂടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി സഹകരിക്കുക. ഇന്നലെ 3 തവണ പൊട്ടി, ഇന്ന് 4ാമത് ഉരുൾ പൊട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് തിരിക്കുകയാണ്. ഡേഞ്ചറാണ് പോകേണ്ടതെന്നാണ് ആ ലോറിക്കാരൊക്കെ പറയുന്നത്. അതിൻ്റെ പുറകിലായിട്ട് ഒരുപാട് വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ പരിക്കേറ്റവരും കൊണ്ട് ആംബുലൻസും പണി പോകുന്നുണ്ട് അതിലൂടെ. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. ഈ സാധനങ്ങൾ അവിടെ എത്തിക്കണം. അതോടൊപ്പം തന്നെ റെസ്ക്യൂവിൻ്റെ ഭാഗമാകണം. ഒരുപാട് വാഹനങ്ങൾ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. ഇവരെല്ലാം പറയുന്നത് അത് ഉരുൾ പിന്നെയും പൊട്ടി, അതുകൊണ്ട് തന്നെ ഡേഞ്ചറാണ് സിറ്റുവേഷൻ എന്നാണ്. ഇതാണ് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ. 2 സൈഡിലേക്കും വാഹനങ്ങൾ ഇറക്കാൻ പറ്റില്ല, അത്രയധികം വാഹനങ്ങളുണ്ട്. ഇപ്പോഴത്തെ സൈഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുടുങ്ങിപ്പോകുന്നൊരവസ്ഥയിലാണ്. പക്ഷേ വളരെ ഫലപ്രദമായി തന്നെ വോളണ്ടിയേഴ്സായി നിന്നുകൊണ്ട് ആളുകൾ ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട്. പോകുന്ന വഴികളിൽ പല സ്ഥലത്തും ഇതുപോലെ തന്നെ ആളുകൾ ഒരു റിക്വസ്റ്റ് നമ്മളോട് തരികയാണ്, ഡേഞ്ചറാണ് അങ്ങോട്ടേക്ക് പോകുന്നത് എന്ന്. മന്ത്രിമാരൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരു അഭിനന്ദനാർഹമാണ്. കാരണം ഈ ഒരു ദുരന്തം സംഭവിച്ച് ഇത്രയും പെട്ടെന്ന് തന്നെ മന്ത്രിമാരുടെയൊക്കെ ഒരു ക്വിക്ക് റെസ്പോൺസ്. കാരണം നമ്മുടെ ഈ ഒരു രക്ഷാ ദൗത്യത്തിന് നേതൃത്വം നൽകാൻ അവരുടെയും കൂടെ ഒരു പിന്തുണ വരുമ്പം അതെപ്പോഴും ഒരു പവർഫുള്ളാണ്. ഓൾമോസ്റ്റ് എല്ലാ ആളുകളും ഉണ്ട് കേട്ടോ. ഗവൺമെൻറ് ഓഫീഷ്യൽസൊക്കെ വന്നിട്ടുണ്ട്. അത് ശരിക്കും വളരെ കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് സന്നദ്ധ സംഘടനകൾ അവരുടേതായിട്ടുള്ള രീതിയിൽ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല ആളുകളും ഗതാഗതം നിയന്ത്രിക്കുന്നു, കുറേ ആളുകൾ ഫുഡ്, ചായ അതുപോലെ കാര്യങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് പോലീസ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. നമ്മളിപ്പം സൂചിപ്പാറ വാട്ടർഫാൾസിലേക്ക് തിരിയുന്ന ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ഉണ്ട് ചൂരൽമല എന്ന് പറയുന്ന ടൗണിലേക്ക്.
ഈ പോകുന്ന ആളുകളൊക്കെ പറയുന്നത് അത് തന്നെയാണ്, അവിടെ പിന്നെയും ഉരുളി പൊട്ടിയിട്ടുണ്ട്, സൂക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ്. നമ്മളങ്ങനെ നീലിക്കാപ്പ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തെത്തി. ഇവിടെയാണ് ഇപ്പം ഇവിടുത്തെ നാട്ടുകാരൊക്കെ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ 3 or 4 മന്ത്രിമാരുടെ വാഹനങ്ങൾ അവരെയും വഹിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. ഇത്രയും ക്വിക്കായിട്ട് വയനാടിന് വേണ്ടി റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള കാര്യങ്ങൾ. നീലിക്കാപ്പിൽ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ച സമയത്ത് ചുരൽമലയിലേക്ക് വരുന്നില്ല, ആ ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള ലെവലിലാണ് അവർ പറയുന്നത്. കാരണം അത്രത്തോളം അവർ പേടിച്ചിട്ടുണ്ട്. രാത്രി 2 മണിയോടുകൂടി ഈ ഒരു ഉരുൾപൊട്ടൽ കണ്ടുകൊണ്ട് കറണ്ടില്ല, മറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സംവിധാനങ്ങളൊന്നുമില്ല. ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ ഇത്രയും വലിയൊരു ദുരന്തം ഫേസ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് അതിഭയങ്കരമാണ്. നമുക്ക് ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറമാണ്. പുത്തുമലയിൽ സംഭവിച്ചതൊന്നുമല്ല, അതിൻ്റെ ഒരു 10 times ഹയർ ആയിട്ടാണ് ആ ഒരു ഇമ്പാക്റ്റാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ വാഹനം അവിടെ വെച്ച് ഏകദേശം നടന്ന് ചൂരൽമല ടൗണിലേക്ക് എത്താനായി. ഇവിടെ NDRF സംഘങ്ങളും ഒരുപാട് ട്രെയിൻഡ് ആയിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമുകളും പോലീസും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും പൊളിറ്റിക്കൽ പാർട്ടിയിലെ അംഗങ്ങളുമൊക്കെ വളരെ സജീവമായി തന്നെ തോളോട് തോൾ ചേർന്ന് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചൂരൽമല ടൗണിൻ്റെ സ്റ്റാർട്ടിംഗ് ആട്ടോ അത്. ഈ കാണുന്നത് മാങ്കുണ്ട് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു പുഴയുടെ സ്ട്രീം ഇതിലേക്ക് പോകുന്ന ഒരു ഇതാണ്, വെള്ളമാണ്. മാങ്കുണ്ടാണ് 3-4 ചെറു തോടുകൾ ചേർത്ത് വരുന്ന ഒരു ഹബ്ബായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പുഴ. ആ മാങ്കുണ്ടാണ് നിറഞ്ഞ് കവിഞ്ഞ് ഒരുപാട് ആളുകൾ മരണപ്പെടാൻ ഇടയായത്. ഇത് ചൂരൽമലയുടെ സ്റ്റാർട്ടിംഗ് ആട്ടോ. ഇപ്പം മണ്ണ് മാറ്റിയത് കൊണ്ട് മാത്രമാണ് ആളുകൾക്ക് ഇങ്ങനെ സുഗമമായി നടന്നു പോകാൻ സാധിക്കുന്നത്. JCB കൊണ്ട് മണ്ണ് മാറ്റി, എങ്കിൽ പോലും ആ ചെളിക്കളമായി കിടക്കുകയാണ്. നമ്മുടെ കാട് പൂർണ്ണമായും കാൽപാദം മുങ്ങുന്ന രീതിയിലുള്ള ചെളിയാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. റെസ്ക്യൂ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. ആംബുലൻസും പോലീസ് സർവീസും ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് ക്വിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇതാണ് ചൂരൽമലയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. നശിക്കാത്തതായിട്ട് ഒരു ഷോപ്പ് പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ചെളിയിലൂടെ നടക്കുമ്പോഴൊരവസ്ഥ ഇതാട്ടോ. അത്രയ്ക്കും കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ചെളിയാണ്. ഈ കടകളുടെയൊക്കെ ഷട്ടറുകൾ തള്ളി വന്നിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ പിൻഭാഗത്ത്, ആ ബാക്ക് ഭാഗത്തുകൂടിയാണ് ഈ ഒരു ചെളിയും മരങ്ങളും ഒക്കെ അകത്തേക്ക് കയറി ആ ഒരു നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ ആലക്കൽ സ്റ്റോർ എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കാണുന്ന ഒരു ഷോപ്പാണ്. അതൊക്കെ നശിച്ചു പോയിരിക്കുകയാണ് ഈ ഒരു ഇൻസിഡൻറ്റ്. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ഉപജീവനമായിരുന്ന ഒരുപാട് കടകൾ, ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ ഒക്കെ ഒരു നിമിഷം കൊണ്ട് ഒരു രാത്രി കൊണ്ട് ഒന്നും മല്ലാതെ ആക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് ചൂരൽമലയിൽ നമ്മൾ കണ്ടുവരുന്നത്. ഇതിൻ്റെയൊക്കെ ഇപ്പോൾ കാണുന്ന ഈ കടകളുടെയൊക്കെ ഷട്ടർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ബാക്ക് ഭാഗം ഫുള്ളായിട്ട് പുഴ കൊണ്ടുപോയി, ഒന്നുമില്ല. ഏത് സമയത്തും ഇടിഞ്ഞു വീഴാവുന്ന സിറ്റുവേഷനിലാണ് ആ ഷട്ടറും ആ ഒരു ഫ്രണ്ടേജിലുള്ള ആ ഒരു സ്ട്രക്ചറും നിൽക്കുന്നത്. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് ചൂരൽമല പാലം ഉണ്ടായിരുന്നത്. ആ പാലം ഇന്ന് പൂർണ്ണമായിട്ടും നാമാവശേഷമായിട്ടുണ്ട്. ഒരു ഓട്ടോറിക്ഷ കിടക്കുന്ന സിറ്റുവേഷനാണിത്. ഈ കടകളുടെ ഫ്രണ്ടിലൊക്കെയാണ് പലപ്പോഴും ലോക്കൽ ഓട്ടോറിക്ഷകൾ നിർത്തിയിടുന്നത്. ഇപ്പം അതിൻ്റെ ഒരു സിറ്റുവേഷനാണ്. എത്രയോ കുടുംബങ്ങളുടെ സപ്പോർട്ടായിരുന്നിരിക്കണം ഈ വെഹിക്കിൾ അല്ലേ. അതുപോലെ തന്നെ സഫ എന്ന് പറയുന്ന ഡ്രസ് ഷോപ്പ്, ഒരുപാട് ഇവിടുത്തെ ബാങ്ക്, ഒന്നും നമുക്ക് കാണാൻ പറ്റാത്ത, കണ്ടാൽ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പം ഉള്ളത്.
ആളുകളെ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പുറകിലൂടെ അപ്പുറത്തെ ഭാഗത്തേക്ക് കിട്ടുമെന്നറിയാൻ വേണ്ടി പോവുകയാണ്. ഇത് ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും നമ്മുടെ ചൂരൽമല ടൗണിൻ്റെ ഒരു ദൃശ്യമാണ്. ആ ദൂരെ കാണുന്നത് പുഴയാണ്. ഇത് ഒരു കുഞ്ഞു പുഴയല്ല, അത്യാവശ്യം വലുപ്പമുള്ള പുഴയായിരുന്നു. എന്നാൽ അത് അതിനേക്കാളും 5 മടങ്ങ് വലുപ്പമുള്ള പുഴയായിട്ട് മാറി. അതാണ് അതിൻ്റെ വ്യത്യാവസ്ഥ. അറൗണ്ട് 3 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റ് മിനിമം വരുന്ന ആ പുഴ ഇന്ന് അത്രത്തോളം നികന്ന് മണ്ണും കല്ലും ഒക്കെ നികന്ന് നടക്കുന്ന സിറ്റുവേഷനിലാണ്. ഇതിവിടെയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ പുറകിലെ JCB ആരെങ്കിലും അതിനകത്ത് പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡെഡ് ബോഡികൾ അതിനകത്ത് കിടപ്പുണ്ടോ എന്നറിയാൻ വേണ്ടി പരിശോധിക്കുന്ന ഒരു ലെവലാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ജീവനോടെ ഉണ്ടാകാനുള്ള ചാൻസ് 100% ഇല്ല. കാരണം അത് വെറും മണ്ണല്ല, കുഴഞ്ഞ് കല്ലും മണ്ണും മരങ്ങളും ഒക്കെ കുഴഞ്ഞ് മറിഞ്ഞ് വരുന്ന ഒരു മിശ്രിത പറയാൻ കഴിയില്ല. ഒരിക്കലും ഓക്സിജൻ എന്ന് പറയുന്ന സാധനം ഇതിനകത്തപ്പെട്ട ആൾക്ക് കിട്ടത്തില്ല. ഏതെങ്കിലും ഡെഡ് ബോഡി കുടുങ്ങി കിടക്കുമ്പോൾ കാഴ്ചയാണ് ഇതൊക്കെ. ആ ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്ന മരങ്ങളും ബാക്കിയുള്ള അവശിഷ്ടങ്ങളൊക്കെയാണ്. ചൂരൽമല ഹൈസ്കൂളിൻ്റെ പുറകുഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വോയിസൊക്കെ മാറുകയാണ്. അങ്ങനെയാണ് ഈ ഒരു ഭീകരാവസ്ഥ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതെന്ന് മനസ്സിലാവുന്നത്. അത്രത്തോളം ഭയാനകമായ സിറ്റുവേഷനാണ് നമുക്ക്. ഒരുപാട് ഹിറ്റാച്ചികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെയോടുകൂടി എനിക്ക് തോന്നുന്നു ഇതിലും ഒരു 3-4 ഇരട്ടി വേഗത്തിലേക്ക് നമുക്ക് റെസ്ക്യൂ സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. എന്തായാലും ചെറിയ JCBകൾ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. പോലുള്ള ഹെവി അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ രീതിയിലുള്ള വണ്ടി മാത്രമേ നമുക്ക് കുറച്ചുകൂടി സ്പീഡപ്പായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ആ കൂടിക്കിടക്കുന്ന മരങ്ങളൊക്കെ ഉരുൾപൊട്ടൽ ഒലിച്ച് വന്നാട്ടോ. സ്കൂളിൻ്റെ 1-2 ബിൽഡിങ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പോയിട്ടുണ്ട്. വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഇത്. ഒരു മാനും അതിൻ്റെ കുട്ടിയും ചത്ത് കിടക്കുന്ന ഒരു കാഴ്ചയാണ്. മനസ്സിന് അത്രയും ടച്ച് ചെയ്യുന്ന ഒരു സങ്കടകരമായ കാഴ്ച. ഇത് ആ സ്കൂളിൻ്റെ പുറകിൽ നിന്ന് കഴിഞ്ഞാൽ മല ഇടിഞ്ഞ ഭാഗത്തുനിന്ന് മാക്സിമം കിട്ടാവുന്ന ഒരു കാഴ്ചയാണ്. അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ പച്ചപ്പ് കൊണ്ട് പൊതിഞ്ഞു നിൽക്കുന്ന ആ മലനിരകൾ കാണാം. പക്ഷെ അതിൻ്റെ താഴെയുള്ള ആ ഒരു സിറ്റുവേഷൻ നോക്കി അത്രയും ഭയാനകമാണ്. ആ കാണുന്ന വഴിയിലൂടെയാണ് ഉരുൾപൊട്ടി ഒലിച്ചു വന്നിരിക്കുന്നത്. അത്രയും പാറക്കൂട്ടങ്ങളും ഒക്കെയാണ് ഈ ഒരു മലവെള്ളപ്പാച്ചിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ അടിയിലാണ് നമ്മളിന്ന് കാണാതായ ആളുകളെ തട്ടുന്നത്. ഇത്രത്തോളം അപകടമായ കാര്യമാണെന്നുള്ളത് പറഞ്ഞു തരാണ്ട് എന്ന് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. റെസ്ക്യൂ അംഗങ്ങൾ അവരുടെ വർക്ക് വളരെ ഫാസ്റ്റായിട്ടുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു ഏരിയയൊക്കെ ഫുള്ള് പോയിട്ടോ. അറൗണ്ട് 100-150 പരം വീടുകളുള്ള ഒരു ഏരിയയാണ് കാണുന്നത്. ഒക്കെ മണ്ണിലൊലിച്ച് പോയി നിൽക്കുന്ന ആളുകളുടെ അവസ്ഥയൊന്നും പറയാൻ ശരിയല്ല. കുറച്ച് മുകളിലുള്ള വീടുകളൊക്കെ കല്യാണത്തിലൊക്കെ വലിയ വീടുകളാണ്. അതിനകത്തൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ ഒരിക്കലും ഇനി യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് രാത്രി കൊണ്ടുണ്ടാകുന്ന കാഴ്ചയാണ് ചൂരന്മലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിറ്റാച്ചിയും JCB സംഘടനകളും പ്രവർത്തകരും അടങ്ങുന്ന എനിക്ക് തോന്നുന്ന 1500-ലധികം ആളുകൾ ഇപ്പോൾ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ വന്ന് വളരെ വളരെ കാര്യക്ഷമമായിട്ട് അവരുടെ വർക്കുകൾ ആരംഭിച്ചു. പറഞ്ഞാലും മണ്ണിൽ ഒരു വീടിൻ്റെ
ഹോട്ടൽ കിടക്കുന്ന അവസ്ഥ വെള്ളം വലിയ മരങ്ങളും കല്ലുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. രാത്രി 2 മണിക്ക് ഉറങ്ങി കിടക്കുന്ന ഇനിയൊരു സംഭവിക്കുന്ന സ്വപ്നത്തിൽ പോയി കഴിഞ്ഞില്ല. ഈ കാറിൻ്റെ അവസ്ഥ പുഴയുടെ സെൻട്രലാണ് കാർ കിടക്കുന്നത്. വലിയ വലിയ പാറകളും മരങ്ങളും ഒക്കെയാണ് ഈ ഒഴുകി വന്നിരിക്കുന്നത്. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതിൻ്റെ ഇമാജിൻ ചെയ്യാവുന്നതിൻ്റെ അപ്പുറമാണ് ഇതിൻ്റെ അവസ്ഥ. ആ ദൂരെ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ വൈവിധ്യാത്മകമായ കാഴ്ചയാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. അതാണ് പ്രകൃതി എന്ന് പറയുന്നത്. അത്രത്തോളം അപകടകാരിയും അത്രത്തോളം കാണാൻ വശ്യതയുള്ള ഒരു പവർ തന്നെയാണ് നമ്മുടെ നേച്ചർ അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നത്. ഈ ഒരു വീടിൻ്റെ അവസ്ഥ നോക്കുന്നത് അകത്ത് ഫുള്ള് മണ്ണും മരങ്ങളൊക്കെ കയറിയിരിക്കുകയാണ്. ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം നശിച്ചു പോയ ഒരു വീട്. ഇതൊന്നും ഒരു വീട് മാത്രമല്ല, അതുകൊണ്ട് 200-300-നകത്ത് വീടുകളാണ് പോയിരിക്കുന്നത്. അതിൽ ഭൂരിഭാഗം വീടുകളിലും ആളുകളുണ്ടായിരുന്നു. എൻ്റെയർ കുടുംബം അടക്കമാണ് പോയിരിക്കുന്നത്. അച്ഛനും അമ്മയും മക്കളും ആണ് മരണത്തിലേക്ക് ഉറക്കത്തിൽ നിന്ന് മരണത്തിലേക്ക് പോയിരിക്കുന്നതെന്ന് നമുക്ക് വളരെ സങ്കടമായിട്ട് ഓർക്കാൻ സാധിക്കും. വീടിൻ്റെയൊക്കെ ഫ്രണ്ടിലുള്ള അവസ്ഥയാണ്. അവരുടെ വാഹനങ്ങളൊക്കെ ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ അവരുടെ സ്വപ്നങ്ങളും സമ്പത്തും ഒക്കെ ഇല്ലാണ്ടാവുന്ന ഒരവസ്ഥ. ഇതൊക്കെ ജനിച്ചു വളർന്ന നാട്ടിൽ കണ്ടു വളർന്ന ആളുകളുടെ, നേരിട്ട് അറിയുന്ന ആളുകളുടെ, ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ആളുകളുടെ അവസ്ഥയാണ് ഞാൻ ക്യാമറയിലൂടെ നിങ്ങൾ കാണിക്കുന്നത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വേദനയാണ് നമുക്ക് ഇതിൽ നിന്നുണ്ടാവുന്നത്. ഒരു ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ പറ്റുന്ന രംഗങ്ങളല്ല ഇത്. അതിനേക്കാളും വലിയ വലിയ രീതിയിലുള്ള ഒരു ഇഷ്യൂ തന്നെയാണ് വയനാട് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ, സഹായത്തിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അത് തന്നെയാണ് നമ്മുടെ നാടിൻ്റെ ഒരു മഹത്വമെന്ന് നമുക്ക് ധൈര്യമായിട്ട് വിളിച്ചു പറയാൻ പറ്റും. ഹൈസ്കൂളിൻ്റെ ഭയാനകമായ ഒരു സിറ്റുവേഷൻ നോക്കി. ആ ഒരു ബിൽഡിങ് പുറമേ നിന്ന് കാണുമ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, പക്ഷേ അകത്ത് ഫുള്ള് ചെടി കയറി വേസ്റ്റ് കയറി തകർത്തിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിനകത്തുള്ള ബെഞ്ചും ഡെസ്കും ഒക്കെ നുറുക്കിക്കളഞ്ഞ് അതിനകത്ത് ചെടി കയറിയിരിക്കുകയാണ്. അതിൻ്റെ ആ ബെഞ്ചിൻ്റെ ഡെസ്കിൻ്റെ ഒരു പീസ് പോലും കാണാനില്ല. അത്രത്തോളം പുറത്തേക്ക് ഫോഴ്സ്ഫുള്ളായിട്ട് തെറിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഈ ഒരു ഡിസാസ്റ്റർ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ മരങ്ങളൊക്കെ ഇതിനകത്ത് ഒലിച്ച് വന്ന കേട്ടോ. മലമുകളിലുള്ള മരങ്ങൾ, ആ പച്ച മരങ്ങളാണിത്. അത് ആ ഒരു ഉരുൾപൊട്ടിയ സമയത്ത് അത് തമ്മിലൊരഞ്ഞ് അതിൻ്റെ തോല് കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചീന്തി പൊളിഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് പെട്ട മനുഷ്യരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുമോ? അതുപോലെയാണ് പല മൃഗങ്ങളും തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. ചില ഭാഗങ്ങൾ മാത്രമേ അറിയില്ല. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ആണ് ഭയാനകമായ സിറ്റുവേഷൻ. ഇത് ഡേ 1 ആണ്. രാവിലെ 2 മണിക്ക് സംഭവിച്ചിട്ട് അറൗണ്ട് 4 മണിക്കുള്ളിൽ, അതായത് വൈകുന്നേരം ഈവനിങ് 4 മണിക്കുള്ളിൽ ഫുട്ടേജുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ എഫിഷ്യൻ്റായിട്ട്, ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്, വളരെ ക്വിക്കായിട്ട് എഫിഷ്യൻ്റായിട്ടാണ് ആളുകൾ വരുന്നതും ഇവിടുത്തെ ഉദ്യോഗസ്ഥർ വരുന്നതും നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർ
ലീഡേഴ്സ് വരുന്നതും നമ്മുടെ മന്ത്രിമാർ വരുന്നതും ഇവിടുത്തെ ലോക്കൽ നേതാക്കന്മാർ വരുന്നതും ഈ ഒരു ദൗത്യം ഏകോപിപ്പിക്കുന്നതുമൊക്കെ റിയലി അപ്രീഷിയേറ്റബിൾ എന്നാണ് പറയേണ്ടത്. ആർമി ആളുകൾ ഇവിടെ വന്നിരുന്നു. ആർമി അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ ഓൾറെഡി നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 5 മണി 4 മണി 5 മണിയോടുകൂടി എത്തുമെന്ന് വിചാരിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ബിഗ് എമൗണ്ട് ഓഫ് ആളുകളെ നമുക്ക് മറുകരയിൽ നിന്ന് ഇപ്പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കും. കാരണം 1000-ഓളം ആളുകൾ അവിടെയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്താണത്? ഇത് ആ റോട്ടിൽ നിന്നും നമ്മുടെ സൈഡിലേക്ക് മാറ്റിയ മരങ്ങളാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഒരു മഞ്ഞുമലയുടെ തുമ്പ് എന്ന് പറയുന്ന പോലെയാണ്. അതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങളീ കാണുന്നത്. എത്രയോ ആളുകളുടെ സ്വപ്നമായിരുന്നു എന്നറിയാം സ്വന്തം വാഹനം എന്ന് പറയുന്നത്. ചൂരൽമലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഏരിയ ഒന്നുമല്ല. വളരെ ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ചെറിയ ചെറിയ സ്വപ്നങ്ങളാണ് ഈ വീടുകളും ഈ കടകളും അവരുടെ ബിസിനസ്സും അതുപോലെ തന്നെ ഈ വാഹനങ്ങളുമൊക്കെ. അതാണ് ഇന്ന് ഒന്നുമല്ലാതെ ചുഴറ്റി അറിയപ്പെട്ട് വെറും ആക്രി ലെവലിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കൂ, എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇവർ റിക്കവർ ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോഴും പല ആളുകൾക്കും സംസാരിക്കുന്നതിൽ പരസ്പര ബന്ധം പോലുമില്ല. അത് വന്നെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ ആരൊക്കെ എവിടെയൊക്കെ മിസ്സായിട്ടുണ്ട്. ഇതിലും ഭയാനകമായ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുണ്ടക്കായി ഭാഗത്ത് ഇതുവരെയായിട്ട് റെസ്ക്യൂ ടീമിന് എത്താൻ സാധിച്ചിട്ടില്ല. അവിടെയാണ് കൂടുതൽ ഒരു 60-70% ഗ്യാപ്പ് ആയിരിക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു കണക്ക് നമുക്ക് തരാൻ പറ്റുള്ളൂ. വലിയ ഹിറ്റാച്ചികൾ കൊണ്ടുവരികയാണ്. അതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും വലിയ അതിൻ്റെ ഒരു കപ്പ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പവറും അതിൻ്റെ എഫിഷ്യൻസിയും കൂടിയ ഹിറ്റാച്ചികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലകളുടെ പല ഭാഗത്തു നിന്നും ഫയർഫോഴ്സും ബാക്കിയുള്ള NDRF ടീമുകളും ബാക്കിയുള്ള ഫോഴ്സുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ആ ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടേജ് ആണ്. അവിടെ അടിഞ്ഞു കൂടിയ മരങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണും. ബാക്കിയൊക്കെ ഉറഞ്ഞ് കല്ലിടിച്ച് ഇല്ലാണ്ടായി ചീന്തി പൊളിഞ്ഞ് എവിടേക്കും എത്തിയിട്ടുണ്ട്. ഇത് മലയിൽ നിന്ന് ഒലിച്ചു വന്ന ആ മണലും കല്ലും ഒക്കെയാണ്. ആ പുഴ എന്ന് പറയുന്നത് നികന്നു പോയിരിക്കുകയാണ്. വളരെ വലിയൊരു നിലവിലുള്ളതിനേക്കാളും ഒരു 5% വലുപ്പത്തിലേക്ക് ആ പുഴയങ്ങ് ആ നാടിനെ മൊത്തം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞു. ഇത് സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല മൃതദേഹങ്ങളും നമുക്ക് ലഭിച്ചത് നിലമ്പൂരിൽ നിന്നും ചാലിയാർ പുഴയിൽ നിന്നും മലപ്പുറത്ത് നിന്നൊക്കെയാണ്. അതായത് ഇവിടെ നിന്ന് 18-20 കിലോമീറ്റർ അപ്പുറത്താണ് കിട്ടിയിരിക്കുന്നത്. ഇമാജിൻ ചെയ്ത് നോക്കുക എന്തായിരിക്കും ആ ഒരു അവസ്ഥ എന്നത്. അതാണിപ്പം ഇവിടുത്തെ ചൂരൽമലയിലും മുണ്ടക്കായ് അട്ടമലയിലെ ആളുകൾ അനുഭവിക്കുന്നത്. ഇത് മുണ്ടക്കായിൽ നിന്ന് റെസ്ക്യൂ സർവീസിന് വേണ്ടി അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി വന്നു നിൽക്കുന്ന ആളുകളാണ്. അതിൽ നമ്മുടെ റെസ്ക്യൂ ടീം സ്ട്രക്ചറിൽ കൊണ്ടുവരുന്നത് പരിക്കേറ്റ ഒരു ലേഡിയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരുപാട് പേര് മുണ്ടക്കയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. അവിടെയുള്ള വെഹിക്കിൾ വെച്ചിട്ട് അവർ കൊണ്ടുവരികയാണ്. അതിനുശേഷം ആ വടത്തിൽ കെട്ടി അവർ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. വളരെ സ്ലോ ആണ്, കാരണം നമുക്ക് വേറെ മാർഗങ്ങളില്ല. ഇതിനകത്തൂടെ നടക്കാൻ സാധിക്കില്ല. 3-4 ആളുടെ ഹൈറ്റിലാണ് ആ മണ്ണടിഞ്ഞിരിക്കുന്നത്. നമ്മൾ ആ കാണുന്ന പോലെയല്ല, നടക്കുന്ന സമയത്ത് അതിനകത്ത് വീണ് പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ പറ്റാത്തതാണ്. കാല് വെച്ച് കഴിഞ്ഞ് നമ്മളെ കൊണ്ട് പോകുന്ന രീതിയിലാണ്. നമ്മൾ ഈ ക്യാമറയിൽ കാണുന്ന ഒരു ഫീലല്ല അതിനകത്ത് ഇറങ്ങുമ്പോൾ. അതുകൊണ്ട് തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടും സേഫായിട്ടും പറ്റാവുന്നതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് സേഫായിട്ടുമാണ് ഇവിടുത്തെ റെസ്ക്യൂ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരത്തോടു കൂടി ഹെലികോപ്റ്ററുകൾക്ക് എത്തുകയാണെങ്കിൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് കുറേ ആളുകളെ ഇതിൻ്റെ ഒരു അത്തരത്തിൽ വേഗത്തിൽ നമുക്ക് മാറ്റാൻ സാധിക്കും. റെസ്ക്യൂ ടീം അംഗങ്ങൾ ആ ഒരു സ്ട്രക്ചർ
കയർ ഉപയോഗിച്ചിട്ട് ആ വടത്തിലേക്ക് കണക്ട് ചെയ്യാണ്. അതിനുള്ള തയ്യാറെടുപ്പാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ. അവർ വിത്ത് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ ക്വിക്കായിട്ട് ആ ഒരു കാര്യം, ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന ആ ഒരു ദൗത്യം ഇവിടെ നിർവഹിക്കുന്നുണ്ട്. അങ്ങനെ JCBയുടെ കൈ ഹൈറ്റ് ആവുന്നതനുസരിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും സാധനങ്ങളെയും ആളുകളെയൊക്കെ അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. വളരെ ഫലപ്രദമായി ബുദ്ധിപരമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ആ ഒരു ആൽമരത്തിലാണ് അതിൻ്റെ മറ്റേ അറ്റം ഉടക്കി വെച്ചിരിക്കുന്നത്. അതിനുശേഷം ആ ഒരു സ്ട്രക്ചർ കണക്ട് ചെയ്ത് അത് ഇക്കരയിലേക്ക് ഇങ്ങോട്ടേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഏകദേശം ഇന്നൊരു ദിവസം കഴിഞ്ഞ് നാളെയോടുകൂടെ മാത്രമേ നമുക്ക് ഏകദേശ മരണവിവരങ്ങളും മിസ്സായ ആളുകളുടെ കാര്യങ്ങളൊക്കെ ഒരു ഏകദേശം ഫൈനലാക്കാൻ സാധിക്കൂ. കാരണം പാനിക്കായ ആളുകളുടെ അടുത്ത് ചോദിച്ചു വേണം അവരുടെ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അവരുടെ അയൽപ്പക്കക്കാരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ചോദിച്ചാൽ സംസാരിക്കുന്ന രീതിയിലല്ല പല ആളുകളുടെയും സിറ്റുവേഷൻ. പാനിക്കായ ഒരു ഹാലൂസിനേഷൻ അവസ്ഥയിലാണ് പല ആളുകളും ഇപ്പോൾ ഉള്ളത്. അവരെ വളരെ പെട്ടെന്ന് തന്നെ മേപ്പാടി ഹോസ്പിറ്റലുകളിലും അതുപോലെ മറ്റ് പ്രാഥമിക ചികിത്സ നൽകുന്ന കേന്ദ്രങ്ങളിലൊക്കെ കൊണ്ടുപോയി ഫലപ്രദമായി തന്നെ ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എവിടെയൊക്കെയാണ് ആളുകൾ പെട്ടുകിടക്കുന്നത് എന്ന രീതിയിൽ അതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാനുള്ള ശ്രമങ്ങൾ കൂടെ ഇപ്പുറത്തെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ ഭംഗിയായിട്ട് ഫലപ്രദമായിട്ട് ക്വിക്കായിട്ടാണ് ഓരോ കാര്യങ്ങളും, സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചൂരൽമലയിലെ ഈ ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ആ പുഴയിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് തന്നെ നോക്കിയാൽ അറിയാം എത്രത്തോളം ഡേഞ്ചറാണ്. ചെളി മാറ്റിയതിന് ശേഷം ഏകദേശം നമ്മുടെ കാൽപ്പാട് ഇറങ്ങി മുകളിലെത്തുന്ന രീതിയിലുള്ള ചെളിയാണ് ഇവിടെ ഉള്ളത്. ഇന്നലെ രാത്രിയിലെ ആ ഉരുൾപൊട്ടലിനടിച്ച് കയറിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റിലേക്ക് ഈ ഒരു ചെടി അടിച്ച് കയറി ഒരു ഗ്രാമം മൊത്തം ഇല്ലാണ്ടാക്കുന്ന ഒരവസ്ഥ. ഒരു രാത്രി, ഒരു ദിനം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സമയം അത് മാറ്റപ്പെട്ടിരിക്കുന്നു. ഒഴുക്ക് ഇടയ്ക്ക് കൂടി വരുന്നുണ്ട്. കാരണം ഇവിടെ മഴയില്ലെങ്കിൽ പോലും മലയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പുഴയുടെ ഒഴുക്ക് വിചാരിക്കുന്നതിനപ്പുറത്തെ രീതിയിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുപോവുക. അതുകൊണ്ട് സേഫ് ഡിസ്റ്റൻസ് ഇട്ട് തന്നെയാണ് ആളുകൾ നിൽക്കുന്നത്. നമുക്കിപ്പോൾ പറ്റിപ്പോയ 2 കരകളെയും തമ്മിൽ ബന്ധിക്കുന്ന ആ പാലം ഇന്ന് അവിടെയില്ല. ആ പാലമാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൂരൽമലയും അട്ടമലയും മുണ്ടക്കായും തമ്മിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ്. ആ ഒരു ഒറ്റപ്പെട്ട് കിടക്കുമ്പോൾ ഇവിടെ നിന്ന് ഹെവി വെഹിക്കിൾസിന് അങ്ങോട്ട് പോയിട്ട് രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കില്ല. അല്ലെങ്കിൽ അവരെ എന്താണ് പറ്റിയത് എന്ന രീതിയിലേക്ക് അവരെ സെർച്ച് ചെയ്യാൻ സാധിക്കില്ല. അതാണ് സിറ്റുവേഷൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്കൂളിൻ്റെ ടൂണാണ്. ഒരു പരിക്കേറ്റ ആളെയും കൊണ്ട് ഒരു ആംബുലൻസ് പോവുകയാണ്. ഒരുപാട് ആംബുലൻസ് ഊഴം കാത്ത് നിൽക്കുന്നുണ്ട്. അവരവരുടെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ക്വിക്കായിട്ട് ചെയ്യുന്നുണ്ട്. ആംബുലൻസ് അവർ ആ ഒരു ഭാഗത്തേക്ക് എത്തുകയാണ്. അവർ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് JCBയാണ്. വോളണ്ടിയേഴ്സായിട്ട് V3 എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നത് അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ട്രെയിൻഡ് ടീമായിരിക്കണം. അവരാണ് ഇപ്പം അവിടെ നിൽക്കുന്നത്. ആ ഒരു ബ്ലൂ ഇതിൽ നിൽക്കുന്നത് പോലീസാണ്. ഓറഞ്ച് NDRF ആണ്, നാഷണൽ ഡിസാസ്റ്റർ ഫോഴ്സ്. പിന്നെ ബാക്കിയുള്ള പ്ലാസ്റ്റിക് ഇട്ട് നിൽക്കുന്നത് ഒരുപാട് സംഘടനകൾ ഒരുപാടുണ്ട് കേട്ടോ. അത് എല്ലാ രീതിയിലുള്ള രാഷ്ട്രീയ മത ജാതി ഭേദമന്യേ നമ്മളെ ബാക്കപ്പ് ചെയ്യുന്ന രീതിയാണ്, ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൻ്റെ ഒഴുക്ക് ഏകദേശം ഒന്നുകൂടെ വർദ്ധിച്ചൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരവസ്ഥയിൽ വലിയ റിസ്ക് തന്നെയാണ് അവരെടുക്കുന്നത്.
അപ്പുറത്ത് നിന്ന് ഒരു സ്ട്രക്ചർ ഇങ്ങോട്ട് വന്നിരിക്കുക. അവരെ വളരെ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് ആംബുലൻസിനകത്ത് കയറ്റുന്ന ഒരു രംഗമാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു മേപ്പാടി ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത്. വിംസ്, അതുപോലെ തന്നെ കൽപ്പറ്റ ലിയോ, നമ്മുടെ മേപ്പാടി പ്രാഥമികാരോഗ്യ കേന്ദ്രമുണ്ട്. അങ്ങനെ പല പല ഹോസ്പിറ്റലിലേക്കായിട്ടാണ് ഇവരെ ഷിഫ്റ്റ് ചെയ്യുന്നത്. വയനാട്ടിൽ ഡോക്ടേഴ്സിൻ്റെ ഒരു നിര തന്നെ സുസജ്ജമാണ് ഈ ഒരു ടീമിനെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ടീംസും പോകാൻ റെഡിയായി. അതോടൊപ്പം തന്നെ NDRF അടുത്ത സ്ട്രക്ചർ അല്ലെങ്കിൽ അടുത്ത ആളെ ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ റെഡിയാകുന്നു. ആ ഒരു പാലം ഉണ്ടായിരുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ സാധ്യമാകുമായിരുന്നു. ആ പാലം ആണ് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു വിദേഹമാണ് ഇപ്പം കൊണ്ടുവരുന്നത്. അത് സംസാരം വളരെ സങ്കടകരമായ ഒരു കാഴ്ച. ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് ഇവർ ഓരോ ആളുകളെയും അല്ലെങ്കിൽ ഓരോ ബോഡി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് എത്തിക്കുന്നത്. ഭയാനകമായ എന്ന് പറഞ്ഞാൽ പറയുക അതൊക്കെ കുറഞ്ഞു പോകും. അത്രത്തോളം നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെള്ളത്തിൻ്റെ ഒഴുക്ക് ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അവരുടെ ശരീരം ഒരുപാട് ദൂരത്തേക്കൊക്കെ ഒഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മലമുകളിൽ നിന്ന് പോലും അത്രയും ഫോഴ്സ്ഫുള്ളായിട്ടുള്ള വാട്ടറാണിത്. ചെറുപ്പകാലം മുതൽ തന്നെ കാണുന്നതാണ്. അതുകൊണ്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം ഫോഴ്സിലാണ് ഈ വെള്ളം വരുന്നതെന്ന്. അങ്ങനെ ആ സ്ട്രക്ചറും അതിനകത്ത് ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. ജില്ലാ കളക്ടറാണ് പോകുന്നത്. അവരെ ഫലപ്രദമായ കാര്യങ്ങളിവിടെ കോർഡിനേറ്റ് ചെയ്തതിന് ശേഷം അടുത്തൊരു സെക്ഷനിലേക്ക് അല്ലെങ്കിൽ മീറ്റിങ്ങിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ജില്ലയിലെ IAS IPS ഓഫീസേഴ്സ്, തഹസീൽദാർ, അങ്ങനെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു കാഴ്ച. JCB കൈകൾ ഉയർത്തിക്കൊണ്ട് അടുത്ത ലിഫ്റ്റിങ്ങിനുള്ള തയ്യാറെടുപ്പാണ് റെസ്ക്യൂ ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നൊരു ദിവസം കൊണ്ട് ഈ രക്ഷാദൗത്യം തീരാൻ എന്തായാലും സാധിക്കില്ല. കാരണം അതിൽ നമ്മളൊരു മഞ്ഞുമലയുടെ തുമ്പ് മാത്രമാണിപ്പം നിൽക്കുന്നത്. ഇനിയും ഒരു 80-90% ചൂരൽമല അട്ടമല ഭാഗത്തേക്കാണ്. അത് ഈ പുഴ കടന്ന് വേണം പോയി സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാൻ പവർ മാത്രം പോരാ, മിഷൻ പവറും കൂടി ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അപ്പോൾ മിഷൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഫയർഫോഴ്സിൻ്റെ ഈ പാലങ്ങളൊക്കെ ക്വിക്കായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ടീം വന്നിട്ടുണ്ടെന്നാണ് കേട്ടത്. അവരുടെ വർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പല രീതിയിലും ഈ ഒരു പ്രതിസന്ധി ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പുറത്തെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. വെള്ളത്തിൻ്റെ ആ ഒരു ഒഴുക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. മലമുകളിൽ മഴ പെയ്യുന്നുണ്ടാകാം, അതായിരിക്കും ഇത്രത്തോളം കലങ്ങി കുത്തി മറിഞ്ഞു പോകുന്നത്. ചിന്തിച്ചു നോക്ക്, ആ ഒരു കാണുന്ന ആ ഒരു തിണ്ട്, ആ ഒരു മൺതിട്ട, അത് വെള്ളം ഒഴുകി രൂപാന്തരപ്പെട്ടതാണെന്ന് പറയുമ്പോൾ അതൊരു 2 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റിലാണ്. ക്യാമറയിൽ കാണുമ്പോൾ ചെറുതായി തോന്നുമെങ്കിൽ അത്രയും ഹൈറ്റിലാണത് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ഈ വലിയ കല്ലുകളൊക്കെ വന്നിരിക്കുന്നത് ഈ ഒരു ഉരുൾപൊട്ടലാണ്. വളരെ റിസ്ക് എടുത്തിട്ടാണ് നമ്മുടെ NDRF ബാക്കിയുള്ള ട്രെയിൻഡ് ആളുകൾ ഇവിടെ നിന്ന് ഈ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹാറ്റ്സ് ഓഫ് യു പീപ്പിൾ. അഗൈൻ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. ഈ പാറകളുടെ
ഇടയ്ക്കും അടിയിലും ആയിട്ടൊക്കെയാണ് പല ആളുകളും കിട്ടിയിട്ടുള്ളത്. ഇന്നലെ കണ്ട വിഷ്വൽസിലെ പാറകളുടെ ഇടയ്ക്ക് നിന്നാണ് കിട്ടിയത്. നമ്മളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലായിരുന്നു കുറേ ആളുകളെ താമസിപ്പിച്ചത് ഇന്നലെ. പക്ഷേ ഹോസ്പിറ്റലിൻ്റെ ഏകദേശം അടുത്തുവരെ മണ്ണിടിഞ്ഞ് പോയിട്ടുണ്ട്. ഈ ഹോസ്പിറ്റൽ കഴിഞ്ഞുള്ള കുറച്ച് ഭാഗമുണ്ട്. ആ ഭാഗത്തുനിന്ന് ഒരുപാട് ക്വാർട്ടേഴ്സുകൾ ഒലിച്ചു പോയിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് അപ്പുറം എത്തിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇവർക്ക് പോയി ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാൻ പവർ മാത്രം പോരാ, മെഷീൻ പവറും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. കാരണം നമ്മൾ ഈ കാണുന്ന ചെറിയൊരു ഏരിയ അല്ല, ഒരു വലിയൊരു ഏരിയ ആണ് ഈ ഒരു ഡിസാസ്റ്ററിൽ പെട്ടിരിക്കുന്നത്, ഈ ഒരു ദുരന്തത്തിൽ പെട്ടിരിക്കുന്നത്. മനുഷ്യനും അതോടൊപ്പം തന്നെ മെഷീനും ഒക്കെ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കൂ. അത്രത്തോളം വ്യാപ്തിയുണ്ട് ഇവിടെ നടന്ന ഈ ഒരു ദുരന്തത്തിന്. ഇത് അട്ടമലയിലേക്ക് പോകുന്ന റോഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു KSRTC നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. കാരണം ഇങ്ങോട്ടേക്ക് വരാൻ വഴിയില്ല. ഇന്നലെ നൈറ്റിൽ നിർത്തിയിട്ട KSRTC ആണ്. ഇത് രാവിലെ നോർമലി എടുക്കുന്നതാണ്. ഇത് ഇവിടെ ഉണ്ടായിരുന്ന അമ്പലത്തിൻ്റെ ഒരു ഹാളാണ്. ചെറിയൊരു ഷെഡ് പോലെ മാത്രമേ ബാക്കിയുള്ളൂ. ഈ മരം, അതുപോലെ തന്നെ ഇപ്പുറത്തൊരു ആൽമരം, ഇതിൻ്റെ ഇൻ ബിറ്റ്വീനായിരുന്നു ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നത്. അത് ഇന്ന് അത് ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു കല്ല് പോലും ബാക്കി വെക്കാണ്ട് മൊത്തം ഒലിച്ചു പോവുകയാണ് ഉണ്ടായത്. ഈ കല്ലുകളുടെ ഇടയ്ക്ക് നിന്നും ജീവനോടെയും അതുപോലെ മരിച്ചിട്ടും ഒരുപാട് ആളുകളെ പുറത്തെടുക്കുകയുണ്ടായി. ഈ മണ്ണിനടിയിൽ ഒരുപാട് ആളുകൾ റെസ്ക്യൂ ടീമിനെ കാത്ത് ജീവച്ഛവമായി നിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാൻ പറ്റില്ല. 2-3 ആൾ പൊക്കത്തിലാണ് ആ മണ്ണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചവിട്ടി നിൽക്കാനോ അല്ലെങ്കിൽ ഒരു റെസ്ക്യൂ വെഹിക്കിൾ അതിനകത്ത് ഇറക്കാനോ സാധിക്കാത്തൊരവസ്ഥയാണ്. ഇടക്കാരിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇക്കരെ നോക്കി നിൽക്കുകയാണ്. കാരണം അവർക്ക് സന്ധ്യയാകുന്നതിന് മുമ്പ് ഇപ്പുറത്തേക്ക് എത്തിയെങ്കിൽ മാത്രമേ സുരക്ഷിതമായ ഒരു താവളത്തിലേക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പതുക്കെയാണെങ്കിൽ കൂടെ സേഫായിട്ട് നമ്മുടെ NDRF ബാക്കിയുള്ള സന്നദ്ധ സംഘടനകൾ, ട്രെയിൻഡ് ഫോഴ്സസ് ഇക്കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ വലിയൊരു സന്നാഹം നമുക്കവിടെ കാണാൻ സാധിക്കും. JCB ഉണ്ട്, ആംബുലൻസ് ഉണ്ട്, ആളുകളുണ്ട്, ട്രെയിൻഡായിട്ടുള്ള ആളുകളുണ്ട്, എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. എങ്കിൽ പോലും നമുക്ക് ഈ ഒരു ദുരന്തമുഖത്തിന് ഇത് മാത്രം പോരാ. ഹെലികോപ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈവനിങ് ഉള്ളിൽ എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു രാത്രി കൊണ്ട് ഇല്ലാതായിപ്പോയ ഒരു ഗ്രാമത്തിൻ്റെ വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ചൂരൽമല എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം. ഹാരിസൺ മലയാളത്തിലെ തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ഗ്രാമം. പല ജാതിയിലുള്ള പല ഭാഷകൾ സംസാരിക്കുന്ന, കർണാടകയിൽ നിന്നുള്ള ആളുകളുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളുണ്ട്, ബംഗാളിൽ നിന്നുള്ള ആളുകളുണ്ട്, മലയാളികളുണ്ട്. എല്ലാവരും കൂടെ മിങ്കിൾ ചെയ്ത് ജീവിക്കുന്ന ഒരു ഗ്രാമമാണ് ചൂരൽമല. ആ ഒരു ഗ്രാമം ഒരു രാത്രി കൊണ്ട് ഓർമ്മയായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഭയാനകമായ, ഏറ്റവും വേദന ജനിപ്പിക്കുന്ന, ഏറ്റവും സങ്കടമുണ്ടാക്കുന്ന, ഭീതി ഉണ്ടാക്കുന്ന, ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒരു കാഴ്ച. അത് പറഞ്ഞ് മനസ്സിലാക്കി പറ്റുന്നതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ദുരന്ത മുഖം, ഈ ദുരന്ത സിറ്റുവേഷൻ. അതാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഏരിയ മൊത്തം
അവിടെയുള്ള എല്ലാ കടകളും അമ്പലവും അതുപോലെ തന്നെ ബാക്കിയുള്ള ബിൽഡിങ്ങും ഒക്കെ തൂത്തുവാരി എടുത്തു കൊണ്ടുപോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അതാണ് ഈ ഒരു ഏരിയ. അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നെന്നോ ഒരു അമ്പലം ഉണ്ടായിരുന്നെന്നോ പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആർക്കും കണ്ടാൽ തോന്നാത്ത ഒരു സിറ്റുവേഷൻ. ഇത് ചൂരൽമല ടൗണിൻ്റെ ഒരു അവസ്ഥയാണ്. മെയിൻ ടൗണിൽ നിന്നും ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ മാങ്കുണ്ട് എന്ന് പറയുന്ന പുഴയിലേക്ക് പോകുന്ന സിറ്റുവേഷൻ. ആ കടകൾക്ക് കാണുമ്പോൾ പ്രശ്നമില്ലെങ്കിലും അതിൻ്റെ താഴ്ഭാഗം ഒക്കെ ഈ അവസ്ഥയിലാണ് കിടക്കുന്നത്. കാരണം വെള്ളം അത്രത്തോളം അടിച്ച് കയറി, ചെളിയും വെള്ളവും കല്ലും ഇടിച്ച് കയറി ആ കെട്ടിടങ്ങൾക്ക് അത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയൊന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല. ഇതൊക്കെ ഇനി സീറോ യൂസായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. പല കെട്ടിടങ്ങളുടെയും അടിത്തറ ഇളകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് വാഹനങ്ങളും അതിനകത്ത് എക്യുപ്മെൻസും ഒക്കെ നശിക്കപ്പെട്ടു. ഒരുപാട് ആളുകളുടെ വീടുകളുള്ള ഒരു ഏരിയയാണിത്. ഇതിനകത്തുനിന്ന് ഒരുപാട് ആളുകളെ കാണാതായിട്ടുണ്ട്. ഒരു വീടിൻ്റെ കാർ പോർച്ചിലെ കാറ് കിടക്കുന്നൊരവസ്ഥയാണ്. ഏകദേശം പകുതിയോളം വീട് മുങ്ങിയിട്ടുണ്ട്. ഈ വീടുകളിലൊക്കെ ആളുണ്ടായിരുന്നു എന്നാണ് അനുമാനം. അത് ഇനി കൂടുതൽ ചെക്കിങ് കാര്യങ്ങളൊക്കെ വരേണ്ടതാണ്. കാരണം ഇതിനകത്തേക്ക് നമ്മുടെ നോർമൽ JCB ഇറക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പം ഹിറ്റാച്ചി പോലുള്ള അല്ലെങ്കിൽ കൂടുതൽ വെൽ എക്യൂപ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ വരുന്നുണ്ട് ഉടനെ തന്നെ. ഇവിടത്തെയും പരിശോധനകൾ പൂർത്തിയാക്കും വെരി സൂൺ. അങ്ങനെ 6:30 കൂടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പുറത്ത് കിടക്കുകയാണ്. കാരണം ആവശ്യത്തിലധികം ആളുകൾ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ മഞ്ഞ് പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. റെസ്ക്യൂ ഇനി എത്ര നേരം കൂടെ തുടരാൻ പറ്റും എന്നെനിക്കറിയില്ല. എങ്കിൽ പോലും വളരെ വേദനാജനകമായ ആ കാഴ്ചകൾ കണ്ടുകൊണ്ട്, കാണിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. അതുകൊണ്ട് അതെല്ലാം കട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാഴ്ചകൾ മാത്രം കാണിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. ഡേ 1 റെസ്ക്യൂ ഓപ്പറേഷൻ കണ്ടിന്യൂ ആകുന്നു. എന്തായാലും നമ്മൾ തിരിച്ചു പോവുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടുന്ന് പോകാൻ പറ്റും തോന്നുന്നില്ല. അത്രത്തോളം മഴയും ഒക്കെയാണ് വരാൻ പോകുന്നത്. ഇനിയിപ്പം ഇവിടെ നിന്ന് നടന്നു പോകണം അങ്ങോട്ടേക്ക്.